കോൺഗ്രസിന്റെ ബലഗാവി വിശാല പ്രവർത്തക സമിതി യോഗം തുടരുകയാണ്. സംഘടനാ നേതൃതലത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ഹിന്ദി ബെൽറ്റിൽ നിന്ന് മുതിർന്ന നേതാക്കൾക്ക് സുപ്രധാന ചുമതല നൽകും. ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരലാണ് പ്രധാന ലക്ഷ്യം. കെ.ബി. ശ്രീധരനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ശ്രീധരൻ, ഏതു തരത്തിൽ സംഘടനാ നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ് രാജ്യം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ എന്ത് സംഭവിക്കാൻ പോകും, രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയും വിവരങ്ങൾ. അക്ഷയ, കോൺഗ്രസിനൊരു തിരിച്ചുവരവ് ഉണ്ടാവണമെങ്കിൽ അത് ഹിന്ദി ഹൃദയഭൂമിയിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയേ മതിയാകൂ. അതിൻ്റെ ഒരു തിരിച്ചറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ഒരു ഉടച്ചുവാർക്കൽ അല്ലെങ്കിൽ അഴിച്ചുപണികൾ എന്ന രീതിയിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും പ്രവർത്തക സമിതിയിൽ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടന്നതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും പ്രധാനം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള നേതാക്കളെ സുപ്രധാന ചുമതലകളിലേക്ക്, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരം ലഭിക്കുന്നു. കൂടുതൽ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ആ മേഖലയിൽ നിന്ന് ഉണ്ടാകും. ഏറ്റവും പ്രധാനം രാജസ്ഥാനിൽ തന്നെയായിരിക്കും. അശോക് ഗെഹ്ലോട്ടിന് ചിലപ്പോൾ ഒരുപക്ഷെ സുപ്രധാന ചുമതലകളിലേക്കൊക്കെ അദ്ദേഹത്തെ എത്തിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഡൽഹി പിടിക്കാൻ ഏറെക്കാലമായി ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിയിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ഡൽഹി പിടിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുക ഒരുപക്ഷെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് വരുന്ന നേതാക്കൾ തന്നെയായിരിക്കും. അവർക്കായിരിക്കും ഈ പ്രാദേശികമായി ചുമതലകൾ മേഖലകളായി തിരിച്ച് നൽകുക എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ബലഗാവി ഈ പ്രവർത്തക സമിതിയുടെ ഏറ്റവും പ്രധാനം ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രദേശത്താണ് മഹാത്മാഗാന്ധി 1924 പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം ഇവിടെ അധ്യക്ഷന പദം ഏറ്റെടുക്കുന്ന ഏതാണ്ട് ഒരു വർഷക്കാലം മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ ചേർന്ന, ഇപ്പോൾ കോൺഗ്രസ് വെൽ പാർക്ക് എന്ന പേരിൽ, വീർഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടെ ചേർന്ന പാർട്ടി കോൺഗ്രസിലാണ്. ഇവിടെ നിന്ന് ഒരു പുതിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഗാന്ധിജിയുടെ ആശയങ്ങൾ രാജ്യത്ത് കൂടുതൽ പ്രചാരത്തിലാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഏതായാലും ആ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് തന്നെയാണ് അതിനുള്ള ഒരു പടയോട്ടം കോൺഗ്രസ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഈ ബലഗാവിയുടെ മണ്ണിൽ നിന്ന് 1924 സുപ്രധാന തീരുമാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിന് സമാനമായി തന്നെ ഇവിടെ അതേ സമയത്ത് ഏത് സമയത്താണോ 1924 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഇവിടെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് പ്രവർത്തക സമിതിക്ക് കൊടിയുയർന്നത്. ആ സമയത്ത് തന്നെ പതാക ഉയർത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. ഏതായാലും ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും മഹാത്മാഗാന്ധിക്ക് ഇന്ന് ഉള്ള ഒരു പ്രസക്തിയെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നത്. ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലഗാവിയിൽ നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കോൺഗ്രസിൽ നിന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം.